കോവിഡ് മഹാമാരിക്ക് കൃത്യം 5 വർഷത്തിന് ശേഷം മറ്റൊരു വൈറസ് ബാധയുമായി ചൈന വാർത്തകളിൽ നിറയുകയാണ്. HMPV ബാധിച്ച് ആയിരങ്ങളാണ് ആശുപത്രിയിലുള്ളത്. നിരവധി പേർ മരിച്ചെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം രോഗം മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്തും രോഗത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല. HMPV വൈറസ് വ്യാപനം നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് കുട്ടികളെയും പ്രായമായവരെയും പ്രതിരോധശേഷി കുറഞ്ഞവരെയുമാണ് ബാധിക്കുക എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. HMPV രോഗാണുക്കൾ ശ്വാസകോശത്തെയാണ് പ്രധാനമായും ബാധിക്കുക. എന്നാൽ വൈറസിന്റെ ഉറവിടം എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചുമ, പനി, ജലദോഷം, ശ്വാസതടസ്സം എന്നിവയാണ് ഈ പനിയുടെ സാധാരണ ലക്ഷണങ്ങൾ. അസുഖം മൂർച്ഛിച്ചാൽ വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള പനികളിലേക്ക് മാറാനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. HMPV ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സമയം സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗം പടരാനുള്ള സമയക്രമത്തിൽ മാറ്റങ്ങളുണ്ടാകും. പനി ആരംഭിച്ചു കഴിഞ്ഞാൽ വൈദ്യസഹായം തേടുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഈ വൈറസ് ശ്വാസകോശത്തെ വേഗം ബാധിക്കുന്നതിനാൽ ശ്വാസം മുട്ട് പോലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം HMPV വ്യാപനത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയതോടെ ചൈനയിലേക്കുള്ള യാത്രകൾ പരിമിതപ്പെടുത്തണമെന്ന് പല ഭരണകൂടങ്ങളും നിർദ്ദേശിച്ചിരുന്നു. വൈറസ് പടരുന്നതടക്കമുള്ള കാര്യങ്ങളോട് പ്രതികരിക്കാൻ ഔദ്യോഗികമായി ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.